നമസ്കാരം, സെല്ലുലോയിഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ സൂര്യ TV കുടുംബവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ രമേശ് ചേട്ടൻ. ഏത് മനസ്സിലായില്ലേ? കോട്ടയം രമേശ് ചേട്ടൻ. ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം ചേട്ടൻ്റെ അടുത്തേക്ക്. കമോൺ. ചേട്ടാ നമസ്കാരം. ഷെമി, ലേറ്റ് ആക്കിയില്ലല്ലോ അല്ലേ? അല്ല, അതായത് ഞാൻ ഷെമി എന്ന് പറഞ്ഞതാ. ക്ഷമിക്കാൻ പറയാ, ഞാൻ അങ്ങോട്ടല്ലേ പറയണ്ട. അതിനാണ് ആദ്യം ഷെമി എന്ന് പറഞ്ഞത്. ചേട്ടൻ എന്തായാലും കറക്റ്റ് ടൈമിലാട്ടോ. ഷാർപ്പാണ് ആ വക കാര്യങ്ങളിലെല്ലാം. നമ്മൾ ഒട്ടും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമ്മളിങ്ങനെ ഫ്ലോർ ഷൂട്ടാണ് പൊതുവെ ഈ പരിപാടി കേട്ടോ. സെല്ലുലോയിഡ് എപ്പോഴും കൂടുതലും ആൾക്കാർ സൂര്യ ടിവിയുടെ ചാനലിൽ വന്നിട്ട് നമ്മൾ അവിടെ ഫ്ലോറിലിരുന്നാണ്. ഇപ്പൊ ചേട്ടനെ കിട്ടിയപ്പോൾ ഞങ്ങൾ ചേട്ടന്റെ നാട്ടിനെ ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് കരുതി. നല്ല മനോഹരമായ സ്ഥലം, നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. അത്രയും മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മുടെ ഇന്നത്തെ ഷൂട്ട്. രാവിലെ നല്ല റിഫ്രഷ്ഡ് ആയല്ലേ ചേട്ടൻ? ഇവിടെ സ്ഥിരം വിസിറ്റ് ചെയ്യാറുള്ളത് ഇത് എന്റെയൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഈ രീതിയിലല്ലായിരുന്നു. ഒരു തീരദേശം, ഒരു ചെറിയ കളിച്ചു വളർന്നത്. അന്ന് കളിക്കാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ലായിരുന്നു. കാരണം ചെറിയ ഈ സൈഡിലുള്ള കാരണവന്മാരായ ആളുകളൊക്കെ ചെറിയ കൃഷികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കാൻ. ഇത് ഈ ആറിന്റെ തീരത്ത് നിന്ന് എക്കല് വന്നടിഞ്ഞ ഒരു പ്രദേശമാണ്. അതെ, ഇത് മീനച്ചിലാറാണ്. വളരെയധികം ഇതോടെ ഭയങ്കര ആഴമുള്ള സ്ഥലമാണ്. 6-7 മീറ്ററെങ്കിലും കാണും ആഴം ഇവിടെ. പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് ഇല്ലിയും കാര്യങ്ങളും തണലും. ചേട്ടൻ പറയുന്നത് സ്വയംഭൂവാണല്ലേ ഇത്? അല്ലല്ല, ഇവിടെ ഉള്ള ഒരു ഇതും നിർമ്മിതികളല്ല, തന്നെ പ്രകൃതി നിർമ്മിച്ച സംഭവങ്ങളാണ് ഇതെല്ലാം. നല്ല സ്ഥലം. താങ്ക് യു ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ആദ്യം തന്നെ. ഇത് ചേട്ടൻ സൂര്യ ടിവിയുടെ വളരെ അടുത്ത ആളാണ്. ചേട്ടൻ എന്താണ് നമ്മുടെ എന്റെ മാതാവും ഭദ്ര എന്നുള്ള വളരെ ഹിറ്റ് സീരിയലിൽ പ്രധാന വേഷം ചെയ്ത് ചേട്ടനാണ് നിൽക്കുന്നത്. ആ കഥ എന്ന് പറഞ്ഞ ചേട്ടാ, നമുക്ക് ആദ്യം തുടങ്ങാം. അല്ല, അത് ഭദ്ര എന്ന് പറയുന്നത് ഒരു കുടുംബ സബ്ജക്റ്റ് ആയിരുന്നു. മറ്റേ എന്റെ മാതാവും ഒരു കുടുംബ സബ്ജക്റ്റ് ആയിരുന്നു. സീരിയലിൽ അങ്ങനെയാണല്ലോ. സീരിയലിൽ ആദ്യം അഭിനയിക്കുന്നത് നമ്മുടെ ബാലു ഗിരിയത്ത് സാറിന്റെ കളിയല്ല കല്യാണം എന്ന് പറഞ്ഞ സീരിയലിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഗ്യാപ്പ് വന്നു. നാടകമാണ് ആയിരുന്നല്ലോ നമ്മുടെ മെയിൻ. നാടകം 75 മുതൽ നാടകത്തിലായിരുന്നു. സ്ഥിരം നാടകവേദി, കലാനിലയം കേട്ടിട്ടുണ്ടോ? രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാരൊക്കെ. അത് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിലായിരുന്നല്ലോ വളരെ കാലം. അതായത് 80 കൃഷ്ണനായർ സാർ മരിച്ച്, കലാനിലയം കൃഷ്ണനായർ മരിക്കുന്നതോടുകൂടി പിന്നെ ഒരു വർഷം കൂടെ കഷ്ടിച്ചൊക്കെ അത് പോയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മറ്റ് ചില പ്രശ്നങ്ങളുടെ പുറത്ത് അത് നിന്നുപോയി. അപ്പോൾ പിന്നെ വീണ്ടും പ്രൊഫഷണൽ നാടകത്തിൽ കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ്. ചേട്ടൻ പ്രൊഫൈൽ നോക്കിയപ്പോഴത്തേക്കും ആദ്യ കാലങ്ങളിലെ പടത്തിലൊക്കെ ചേട്ടനുള്ളത്. ഞാൻ 75-76 ആ സമയത്ത് ഷൂട്ട് നടന്ന ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് മുഖം കാണിക്കുന്നത്. താലപ്പൊലി എന്ന് പറയുന്നത്. താലപ്പൊലി അത് 77 റിലീസായി. പക്ഷെ അതിന് ഒരു 2 വർഷം മുമ്പ് അതിന്റെ ഷൂട്ടൊക്കെ തുടങ്ങിയായിരുന്നു. അതിനു മുമ്പേ ചേട്ടൻ നാടകത്തിലൊക്കെ ഉണ്ട്. അതിനു മുമ്പ് നാടകത്തിൽ, അതിലും കലാനിലയത്തിൽ ഉണ്ട്. പിന്നെ ഇവിടുത്തെ നമ്മുടെ അമച്വർ നാടകങ്ങൾ, പിന്നെ കോട്ടയത്ത് ഉള്ള ഒരു ചിത്ര തിയേറ്റേഴ്സ് ഒരു പ്രൊഫഷണൽ നാടകം ഉണ്ടായിരുന്നു. അതൊക്കെ അതിന് മുമ്പ്, അത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ നാടകത്തിൽ, പ്രൊഫഷണൽ നാടകത്തിൽ വന്നിരുന്നു. അപ്പം അതുകൊണ്ട് ആ ഒരു ഇതിൽ അങ്ങനെയൊക്കെ പോയത്. അപ്പം ഈ കലാനിലയത്തിൽ നിന്നപ്പോഴാണ് ആദ്യമായിട്ട് താലപ്പൊലി എന്ന് പറയുന്ന സിനിമയിൽ മുഖം കാണിക്കുന്നത്. അത് ആദ്യം എം കൃഷ്ണനായർ സാറിൻ്റെ ആക്ഷനിലൂടെയാണ് ഞാൻ മൂവി ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരുന്നത്. തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകനല്ലേ എം കൃഷ്ണനായർ സാർ, നമ്മുടെ ജയകുമാർ സാറിൻ്റെ ഒക്കെ ഫാദർ, ശ്രീകുട്ടൻ്റെ ഒക്കെ ഫാദർ. അപ്പം അങ്ങനെയാണ്, അതിലൂടെയാണ് ഞാൻ വരുന്നത്. അതും വേറൊരു വലിയൊരു ഭാഗ്യം ഞാൻ കണക്കാക്കുന്നു. എറണാകുളത്ത് നമ്മുടെ ടൗൺ ഹാളിൻ്റെ ഓപ്പോസിറ്റ് പരമാര ക്ഷേത്രത്തില്ലേ, ദേവീക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ ചുവട്ടിൽ നിന്നൊരു മുത്തുകുടയായിട്ട് ആ ക്ഷേത്രത്തിന്റെ തുടക്കം. അനുഗ്രഹീതമാണ്. അല്ലെങ്കിലും എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് ഈശ്വരൻ. പക്ഷെ വിധിയുടെ ഇതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ റൂട്ടൊക്കെ വേറെ ഓരോ രീതിയിലൊക്കെ മാറി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാ ഒരുപാട് കലാകാരന്മാർ, എത്രയോ കഴിവുള്ള ആളുകൾ ഒന്നുമല്ലാതെ പോയത് നമ്മുടെ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. എത്രയോ വലിയ നടന്മാർ. പക്ഷെ അതൊക്കെ ഓരോ നിയോഗമാണെന്ന് വേണം പറയാം. അതേ ഉള്ളൂ. ഞാനും ഈ ജന്മത്ത് ഇങ്ങനെ ഒരു എൻ്റെ ആഗ്രഹം നടക്കില്ല എന്ന് കരുതി അങ്ങനെ ഇരുന്ന ഒരാളാണ്. കാർബൺ സിനിമ സച്ചി സാറ് കാണാൻ ഇടയായി. അത് കണ്ടപ്പോൾ അതിനകത്തൊരു വേഷം, ഒരു സീനിൽ ഞാൻ ചെയ്തു. ഞാനും ഭാഗത്തുമായിട്ടുള്ളൊരു സീനുണ്ട്.
അത് കണ്ടപ്പോഴാണ് എന്നെ കുറിച്ച് അന്വേഷിക്കുന്നത്. ചിന്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിലെ കുമാരന് വേണ്ടിയിട്ട് ഒരു പുതിയ മുഖം വേണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കറക്റ്റ് സമയത്ത് അപ്പോൾ ഇത് പുള്ളിയുടെ കണ്ടുവിട്ടു. അതാണ് വിധി നിയോഗം എന്നൊക്കെ പറയുന്നത്. നമ്മളതാണ്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നിനും വേണ്ടിയിട്ട് കാത്തിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പ്രകൃതിയിൽ അങ്ങനെ അങ്ങ് പൊയ്ക്കോളുക, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടങ്ങ് പോവുക, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ഫലം ഏതെങ്കിലും തരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്, അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് സച്ചി സാറ് ഇത് ഇതിലേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഈ കാർബൺ കണ്ടിട്ടാണെങ്കിലും പക്ഷേ അതിനൊരു കഥയുണ്ട്. ഈ കാർബൺ കാണാൻ വേണ്ടിയിട്ടൊരു സാഹചര്യം ഉണ്ടായതാണ് ഏറ്റവും വലിയ. കാരണം അതൊക്കെയാണ് നമ്മൾ ഈ വിധി നിയോഗം എന്നൊക്കെ പറയുമല്ലോ. ദൈവം തമ്പുരാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. അങ്ങനെ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എൻ്റെ ഈ അനുഭവത്തിൽ എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാർബണിൽ ഞാൻ അഭിനയിക്കാനിരിക്കുന്ന ആ സമയത്ത് എഴുത്തച്ഛൻ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന പീരീഡാണ്. തിരുവനന്തപുരത്തൊരു സമിതിയിലാണ്, പാപ്പനംകോട് ഒരു തിയേറ്ററിലാണ് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ റിഹേഴ്സൽ ഇന്നാണ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ നാളെ എനിക്ക് കാർബൺ സിനിമയ്ക്കകത്ത് ജോയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞു. കാർബൺ ഒരു ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ, ഒരു സീൻ മാത്രമേ ഉള്ളൂ, ഭാഗത്തുമായിട്ടുള്ള ഒരു സീൻ ഒക്കെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിരുന്ന. അപ്പോൾ ഇവിടുന്ന് ഇന്ന് ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞ് പോകാം എന്നെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിരുന്നു. ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞു. ഡയറക്ടർ പ്രൊഡ്യൂസറും കണ്ടിട്ട് പറഞ്ഞു, നമുക്ക് റിഹേഴ്സൽ 2 ദിവസം കൂടെ വേണം, തൃപ്തികരമല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, നാടകത്തിൻ്റെ സമയത്ത് എനിക്ക് ഇന്നലെ 2 സംഭവം വരും. ഒന്ന് ഉപ്പുമുളകിൻ്റെ ഒരു പ്രശ്നം വരും, രണ്ടാമത് ഇങ്ങനെ ഒരു സിനിമയുടെയും പ്രശ്നം വരും. അപ്പം എന്നെ ഒഴിവാക്കി തരണം, റിഹേഴ്സലാണെങ്കിൽ. നാടകമാണെങ്കിൽ വേണ്ട എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങളത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അതല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇത് തൃപ്തികരമല്ല. ഞാൻ ചോദിച്ചു, ഉദ്ഘാടനത്തിന് ഇനിയും 10 ദിവസം ഉണ്ടല്ലോ, അപ്പോൾ അന്നേരം ഒരു 2 ദിവസം റിഹേഴ്സൽ ഇടുമല്ലോ. ഉദ്ഘാടനത്തിൻ്റെ തലേദിവസവും അതിൻ്റെ തലേദിവസമായിട്ട് ഇടുമല്ലോ, 2 ദിവസം മുമ്പ് റിഹേഴ്സൽ ഇടുമല്ലോ. അപ്പോൾ അന്നേരം നമ്മൾ റിഹേഴ്സൽ, അപ്പോൾ അന്നേരം പരിഹരിച്ചു. ഇപ്പം എല്ലാം ഓക്കെ അല്ലേ, ബാക്കിയുള്ളവരെ എല്ലാം നമ്മുടെ കോ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവരും ടെക്നീഷ്യന്മാർക്കും എല്ലാം തൃപ്തികരമാണ്. ഗംഭീരമായിരുന്നു, നന്നായിരുന്നു, ഒരു ഫാൾട്ടുകളും ഇല്ലാതെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ എന്തിനാണ് ഒരു റിഹേഴ്സൽ? പിന്നെ അങ്ങനെ വരുമ്പോൾ അപ്പം പരിഹരിച്ചാൽ പോരെ, നമുക്ക് അങ്ങോട്ട് അടക്കാം. നാടകത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമായപ്പം ഞാൻ സിനിമാക്കാരെ വിളിച്ച് ഞാൻ വരില്ല എന്ന് പറയാമെന്ന് തന്നെ തീരുമാനിച്ചു. വേണ്ടാന്ന് വെക്കാം എന്ന് കരുതി. അങ്ങനെ അവരെ വിളിച്ചിട്ട് അപ്പം വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെയാണ് എനിക്ക് നാടകത്തിൻ്റെ റിഹേഴ്സൽ പ്രശ്നമുള്ളതുകൊണ്ട് വരാൻ പറ്റില്ല, ഒന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ അങ്ങനെ പറയരുത്, ഇത് ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു അവസരമാണിത്, ഇത് കളയരുത്, ഇത് നല്ലൊരു വേഷമാണ്, ഇത് സീനേ ഉള്ളെന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും വിചാരിച്ച് കളയരുത്. ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ല ഈ നാടകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്രയും കാലത്തെ ജീവിത പ്രശ്നമാണ്. നാടകത്തിന് അതിൻ്റേതായ പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരാളുടെ ഇടാനില്ല. അപ്പോൾ അതുകൊണ്ട് അത് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നാടകത്തിന് അത്രയ്ക്ക് ആ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ചേട്ടാ ഒരു കാര്യം, ഒരു 5 മിനിറ്റ് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. അവർ പറഞ്ഞ പോലെ തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടൻ എപ്പോൾ വരാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ തന്നെ കിടുങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, ചേട്ടാ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും കട്ട് ചെയ്തു. വീണ്ടും അവർ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നെഞ്ചത്ത് കൈവച്ചു പോയി. ദൈവമേ, ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടില്ല. സാധാരണ നാടകത്തിൽ അഭിനയിക്കുന്നവരൊക്കെ സിനിമയിലേക്ക് പോകുമ്പോൾ നാടകം മുടങ്ങുകയാണ് പതിവ്. നാടകക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തും ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തും ഒക്കെയാണ് സിനിമയിലേക്ക് ഓരോരുത്തർ പോയിട്ടുള്ളത്. ഇത് നേരെ സിനിമാക്കാർ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ വിധി നിയോഗം പോലെ കാർബൺ സിനിമ സച്ചി സാറ് കാണുകയും അപ്പോൾ അതിനകത്ത് എൻ്റെ ക്യാരക്ടർ കണ്ടപ്പം ഇത് നമ്മുടെ കുമാരന് പറ്റിയ ആളാണല്ലോ എന്ന് മറ്റേ എഡീഷനൊക്കെ പറഞ്ഞ് അവർ തീരുമാനിച്ചിട്ട് അങ്ങനെ എന്നെക്കുറിച്ച് അന്വേഷിച്ചാണ് എന്നെ വിളിപ്പിക്കുന്നത്. ഓക്കെ. സച്ചി സാർ എന്ന് പറയുന്നത് നമ്മളുടെ സച്ചി സാറിൻ്റെ വിയോഗം മലയാളത്തിൻ്റെ ഒരു തീരാ നഷ്ടമായിരുന്നു. ചേട്ടൻ്റെ ശരിക്കും പറഞ്ഞൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ സിനിമ. കാർബൺ ഉണ്ടെങ്കിൽ തന്നെയും ചേട്ടൻ പിന്നീട് മലയാളികളെല്ലാം പെട്ടെന്ന് ചേട്ടനെ തിരിച്ചറിയുന്ന ഒരു കഥാപാത്രമായിരുന്നു
നമ്മളുടെ അയ്യപ്പനും കോശിയിലും ഉണ്ടായിരുന്നു ചേട്ടൻ്റെ കഥാപാത്രം. സജി സാറിൻ്റെ കൂടെയുള്ള ചേട്ടൻ്റെ സമയത്തെ പറ്റിയിട്ടൊക്കെ നമ്മളോടൊന്ന് സംസാരിക്കാവോ? അല്ല, ഞാനത് ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. എനിക്ക് അതൊരു ജീവിതത്തിൽ എന്നും അതൊരു വലിയ പ്രശ്നമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം അദ്ദേഹം അതുപോലെയാണ് നമ്മളോട് ഇടപെട്ടത്. അത് നമുക്ക് എങ്ങനെയാണ് പറഞ്ഞ് അവതരിപ്പിക്കേണ്ടതെന്ന് പോലും നമുക്ക് ഇല്ല. അതിനൊക്കെ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും രീതി. എന്നോടൊന്നല്ല, ആ സിനിമയിലെ എല്ലാ A to Z ആളുകളോടും പുള്ളി സ്വന്തം സഹോദരനെ പോലെയോ അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ പോലെയോ അല്ലെങ്കിൽ അമ്മാവനെ പോലെയോ അങ്ങനെ അത്ര ആത്മബന്ധമുള്ള രീതിയിലാണ് എല്ലാവരോടും പുള്ളി പെരുമാറിയത്. ഏതാണ്ട് 66 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. 66 ദിവസത്തെ ഷൂട്ടുള്ളതിൽ 63 ദിവസവും ഞാനുണ്ടായിരുന്നു. 3 ദിവസം എനിക്ക് തിരുവനന്തപുരത്ത് ഈ ഭദ്രയുടെ ഇതിനു വേണ്ടി വരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം അങ്ങോട്ടും ഒരു ദിവസം ഇങ്ങോട്ടും 2 ദിവസം പോയി, ഒരു ദിവസം ഭദ്രയുടെ ഷൂട്ടും കഴിഞ്ഞിട്ടാണ് തിരിച്ചു ചെയ്യാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ 3 ദിവസം ഒഴിച്ച് ബാക്കിയുള്ള 63 ദിവസവും ഞാനുണ്ടായിരുന്നു. ഒരു മനുഷ്യനോട് ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കുകയോ അങ്ങനെയുള്ള സംഭവം ഞാൻ എൻ്റെ ഇതിൽ കേട്ടിട്ടില്ല. എല്ലാവരോടും എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങൾ ഷൂട്ടിംഗ് സമയത്ത് വന്നു കഴിഞ്ഞാൽ, തൊഴിൽ സംബന്ധമായ ഇത് വന്നാലും അദ്ദേഹം അതിനെയൊക്കെ വളരെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ആർക്കും ഒരു വിഷമം ഉണ്ടാകാത്ത രീതി. അതിൻ്റെ ഒരു വൈബ്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ആ സിനിമയുടെ എല്ലാ പ്ലസ്സും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആ സിനിമയിൽ അദ്ദേഹം എഴുതിക്കൊണ്ട് വന്ന സ്ക്രിപ്റ്റിൽ നിന്ന് ഒരക്ഷരം വെട്ടിത്തിരുത്തേണ്ടതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് പക്കായിരുന്നു. ബാക്കി ഉണ്ടായിരുന്നവരും എല്ലാവരും ആ ഒരു ഇതായിരുന്നു. അത്ര ഇതായിട്ട് പച്ചിലയും കത്രികയും പോലെ ഒരു എണ്ണയിട്ട യന്ത്രം എന്നൊക്കെ നമ്മൾ പറയരുത് എന്ന് പറയുന്ന പോലെ അങ്ങനെ നീങ്ങിപ്പോയ ഒരു സിനിമയായിരുന്നു. ഹാപ്പി എന്ന് പറയാൻ ഹാപ്പി ആയിരുന്നു. ഒരു സിറ്റുവേഷനിലും ആർക്കും ഒരു വിഷമം ഉണ്ടാകാത്ത ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അതാണ് ആ സിനിമയുടെ വിജയം. അതായിരുന്നു. എന്തായാലും പിന്നീട് അങ്ങോട്ട് ചേട്ടന് എന്താ പറയാ, ഒരുപാട് സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ ആയിരുന്നു ചേട്ടന്റെ. അതെ, എല്ലാ നടന്മാരുടെയും കൂടെ മലയാള മുഴുനീളം വേഷവും ഒക്കെ ചേട്ടൻ ചെയ്തിട്ടുണ്ട് അല്ലെ? ഭീഷ്മപർവത്തില് പിന്നെ മമ്മൂക്കയുടെ കൂടെ തന്നെ പുഴു, ഭീഷ്മപർവം, CBI 5. മമ്മൂക്കയുടെ ആളായി മാറിയല്ലോ. അതെ അതെ, മമ്മൂക്കായിട്ട് അതുപോലെ അദ്ദേഹമായിട്ട് ഒരുപാട് അദ്ദേഹം ഓർക്കാതെ എന്നാൽ ഓർത്തെടുക്കാൻ പറ്റിയ ബന്ധം എനിക്ക് ഉണ്ടായിരുന്നു. അതായത് അഥർവം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കായിട്ട് ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട്. ഡബ് ചെയ്തിട്ടുണ്ട് അഥർവം സിനിമയിൽ. അല്ലല്ല, അഥർവം സിനിമയിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ കാട്ടിനകത്ത് ഇദ്ദേഹം വലിയ സംഭവങ്ങൾ നടത്തുന്നതല്ലോ, മന്ത്രവാദവും കാര്യങ്ങളൊക്കെ നടത്തുന്നല്ലോ. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം കൊണ്ടാണ് നാട്ടിൽ കെടുതികൾ ഉണ്ടാകുന്നു, പ്രകൃതിയുടെ ഇത് മാറുന്നു. അപ്പം ചാരുദാസിൻ്റെ കഥാപാത്രമാണല്ലോ, പുള്ളിയുടെ ഫാദറാണല്ലോ. അപ്പം പുള്ളിയെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി ആയിരിക്കും അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞപ്പോൾ ഗണേശനും പിന്നെ റജി എന്നും അങ്ങനെ ഉണ്ട് പറഞ്ഞൊരു പയ്യനും ഋഷി എന്ന് പറഞ്ഞൊരു പയ്യൻ, ഇവർ 3 പേരും പാർവതിയും കൂടെ ചേർത്താണല്ലോ പുള്ളിയുടെ സങ്കേതം തേടി പോകുന്നത്. അപ്പോൾ അതിൽ ഋഷി എന്ന് പറഞ്ഞ ആ പയ്യൻ്റെ ഇത് ഞാനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രാവശ്യം മമ്മൂക്ക ഡബ് ചെയ്യാൻ വരുന്ന കൂട്ടത്തിൽ തന്നെയാണ്. അന്ന് ഇന്നത്തെ പോലെയല്ല, അന്ന് ടേപ്പ് സിസ്റ്റമാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ആ ടേപ്പ് അതിനകത്ത് ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. തുടച്ചിട്ടൊന്നും പിന്നീട് എടുക്കാനോ അല്ലെങ്കിൽ റീ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് കാർഡൊക്കെയാണ് നമുക്ക് മാറ്റി വീണ്ടും ഉപയോഗിക്കാമല്ലോ. അന്നത്തെ ഒരു പ്രതിസന്ധി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേപ്പേ ഉള്ളൂ, അതേൽ തീരണം. പുള്ളിക്ക് ഇത് കഴിഞ്ഞിട്ട് വെളുപ്പിനെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കാശ്മീരിന് പോകണം, നായർ സാഹിബിൻ്റെ ഷൂട്ടിന് വേണ്ടി പോകണം. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ രാത്രി ഇത് എടുത്ത് തീർത്ത് കൂടെ നിൽക്കുന്നത് ഞാൻ തെറ്റിച്ചാലും മതി. അപ്പം അന്ന് ഞങ്ങൾ 2 പേരും അന്ന് 2 പേർക്ക് അപ്പുറം ഇപ്പുറം നിന്ന് ഡബ് ചെയ്യുന്നത്. അദ്ദേഹം അവിടുത്തെ മൈക്കുന്നത് ഇന്ന് ഞാൻ ഇങ്ങേപ്പുറത്തെ സൈഡിലുള്ള മൈക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഭാഗങ്ങൾ ഡബ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൂടെ നിൽക്കുന്ന ഞാൻ തെറ്റിച്ച് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്, ടേപ്പ് തീർന്നു പോകും, ഇപ്പോൾ തീരത്തില്ല. അങ്ങനെയുള്ള സംശയത്തിന് പുറത്ത് നിന്ന് വിടോ, പണി ഉണ്ടാക്കുമോ, തെറ്റിക്കുമോ പോലെ ചോദിച്ചു. ഇല്ല സാറേ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് അങ്ങ് നോക്കി. സംഭവം എല്ലാം എല്ലാം ഓക്കെ ആയി എന്ന് അങ്ങനെ അതങ്ങ് മതി. അപ്പം അന്നേരം തന്നെ അദ്ദേഹം പറഞ്ഞു, താൻ ഒരു കാര്യം നാളെ മറ്റേ സുജാത സ്റ്റുഡിയോയിൽ ചെല്ലണം, എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം, CBയോട് വിളിച്ചു പറഞ്ഞേക്കാം,
അവിടെ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരു ഇത് ഡബ് ചെയ്യണം എന്ന് പറഞ്ഞു. ചേട്ടൻ എപ്പോഴും ഇങ്ങനെയാണല്ലേ, അത് ഒരു സ്ഥലത്ത് കാണും, അവിടെ ചേട്ടന്റെ പെർഫോമൻസ് കണ്ട് വേറൊരു സ്ഥലത്തേക്ക് ചേട്ടൻ ഇങ്ങനെ കണക്ട് ചെയ്യും. അതൊക്കെ ദൈവത്തിന്റെ ഗുരുക്കന്മാരുടെയും പിതാവാരത്തിന്റെയും കാർന്നവന്മാരുടെയും മാതാപിതാക്കളുടെ പ്രാർത്ഥനയെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പം അങ്ങനെ അത് ഓക്കെ ആയി. ഞാൻ അവിടെ പോയി. അത് മുദ്ര എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു. അതിൽ അഗസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഫോൺ കട്ടുണ്ട്. അപ്പോൾ അത് വേറെ ആരോ ഡബ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ പുള്ളിക്ക് അത് തൃപ്തികരമല്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ കലാപരമായ ഇത് നോക്കിയിടണം. അദ്ദേഹം ഏറ്റവും ഇസഡ് വരെയുള്ള കാര്യങ്ങളിൽ ആ സിനിമയുടെ ഇതിന് വേണ്ടിയിട്ട് നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. ആ ഡബ് ചെയ്തിരിക്കുന്നത് അത് പുള്ളിക്ക് തൃപ്തികരമായി നല്ല ഇതായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് മാറ്റി ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹമാണല്ലോ അതിന് മുൻകൈ എടുത്ത് വിളിച്ചു പറയുന്നത്. അങ്ങനെ ഞാൻ പോയി അത് ചെയ്തു. അങ്ങനെ ചെയ്തു. അങ്ങനെ ഒരു ബന്ധമുണ്ട്. പക്ഷെ അതിനു മുമ്പും ബന്ധമുണ്ട്. പടയോട്ടം സിനിമ നടക്കുന്ന സമയത്ത് ഞാൻ ചാൻസ് തേടി പോയിട്ടുണ്ട് അവിടെ. അതേ സമയത്ത് നമുക്ക് ഉണ്ട് അവിടെ. പക്ഷെ അതൊന്നും അദ്ദേഹം ഓർക്കാൻ വഴിയില്ല. കാരണം ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എത്ര ആയിരക്കണക്കിന് ആളുകൾ വരുന്നതല്ലേ അതിനകത്ത്, എത്രയോ പേര് അതിനകത്ത് വരുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇത് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഒക്കെ ആയിട്ടൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഒരുവിധം അഭിനയം മോഹമുള്ളവർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അമൽനീരദിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. ഇഷ്ടമല്ല, ഒരു ആഗ്രഹം പോലെ. അതും സംഭവിച്ചു ചേട്ടന്റെ കാര്യത്തിൽ. അതും മമ്മൂട്ടിയുടെ കൂടെ ഒരു അമൽനീരദ് ചിത്രം ചേട്ടൻ ചെയ്തു. അതെങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഓരോ പുള്ളിയുടെ ടേക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയാണല്ലോ. പുള്ളി ക്യാമറാമാനൂടെ ആയിരുന്നുകൊണ്ട് അതിന്റെ കാര്യം കൂടെ ശ്രദ്ധിക്കും. പിന്നെ പുള്ളിയുടെ ഒരു പ്രത്യേക ടേക്ക് എല്ലാം ഒരു പ്രത്യേകത കണ്ടപ്പോ തോന്നിയോ? പിന്നെ അത് നമ്മൾ ചെയ്യുമ്പോഴേ ലൈറ്റപ്പ് ചെയ്ത് നമ്മളവിടെ നിൽക്കുമ്പോഴേ തന്നെ അറിയാം. അപ്പം മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇതൊക്കെ പിന്നീട് ഈ ഷോട്ടുകളൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് അറിയാം, അയ്യോ അത് അങ്ങനെയായിരുന്നു എടുത്തിരുന്നത്, ഇതിങ്ങനെയായിരുന്നു എടുത്തിരുന്നൊക്കെ നമുക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ അതൊരു ത്രൂ ഔട്ട് പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറും ആയിരുന്നല്ലോ, മണിസാർ എന്നും പറഞ്ഞ ഒരു ക്യാരക്ടർ. അതെല്ലാവരും ഒരുപാട് പേര് വിളിച്ചിട്ട് നല്ലൊരു ഇത് പറഞ്ഞു. മമ്മൂക്കായ്ക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ചേട്ടന്റെ പ്രൊഫൈൽ ഒരു മികച്ച ചിത്രമായി മാറിയത് ആറാട്ടാണ്. അതിൻ്റെ അകത്ത് KGF-ന്റെ ഒരു വില്ലനുണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ ബാഹുബലിയിലെ വില്ലനുണ്ട്. എന്നാലും മെയിൻ വില്ലൻ ചേട്ടൻ. ഞാൻ പറയാം, മനസ്സാ വാഴ ഞാൻ അറിഞ്ഞതല്ല ഞാൻ ആ വില്ലൻ എന്നുള്ളത്. ആ സിനിമയിൽ തീരുന്നത് വരെ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിൽ മോഹൻലാലിന്റെ പുറയിൽ കൊണ്ടുവന്ന് തോക്ക് വെക്കുമ്പോഴാണ് ഞാൻ എന്തായാലും വില്ലനാണെന്നുള്ളവർ ഞാൻ ഫിക്സ് ചെയ്യുന്നത്, ഉറപ്പിക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഒരു നമ്മുടെ രവികുമാറിനെ തലക്കടിച്ചു കൊല്ലുന്ന സംഭവമുണ്ട്. ചുറ്റിക്ക് തലക്കടിക്കുന്ന, ട്രെയിനിൽ വെച്ച് തലക്കടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ നമുക്ക് സംശയമായി, ഇതെന്താ ഇങ്ങനെ, ഇനി വരെ അവർ വല്ല സ്വപ്നം കാണുന്നോ, അങ്ങനെയുള്ള പുള്ളി ഉറക്കത്തിൽ കിടന്ന് സ്വപ്നം കാണുന്നോ വല്ല ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇല്ലില്ല, ഞാൻ അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ ആവശ്യപ്പെടുത്തൊന്നുമില്ല, ആരോടും ചോദിക്കാറുമില്ല. കഥയും അങ്ങനെ എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ഇതായിട്ട് പറയാം, ഇതൊരു കുറവാണെന്ന് വേണേൽ പറയാം. സത്യത്തിൽ കഥ കേൾക്കാതെ സ്ക്രിപ്റ്റ് വായിക്കാതെ എന്തൊരു നടനാടാ നീ എന്നുള്ളത് ശരിയാ, അങ്ങനെ വേണം. പക്ഷെ ഞാനത് ഇത്രയും വലിയ ഒരു ഗംഭീര ക്യാരക്ടർ ചെയ്യുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഞാൻ ആലോചിക്കുമ്പം ഓരോ കഥാപാത്രത്തിന് വേണ്ടി പ്രത്യേകം ചവിട്ടിക്കൂട്ടി മെഴുകിയെടുത്ത് കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എൻ്റെ ഇല്ല, അതിനുള്ള സംഭവമൊന്നും ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മളങ്ങ് കാച്ചു. ചേട്ടനെ തന്നെ സ്വയം ചേട്ടൻ 2 ഘട്ടം താഴെയാണ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒന്നുമില്ല. ഈ നമ്മള് എന്തോ വലിയൊരു സംഭവമാണെന്ന് നമ്മുടെ മനസ്സിനകത്ത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഹൈപ്പ് കിട്ടുമായിരിക്കും, പക്ഷെ അത് അപകടത്തിലേക്കേ പോവുള്ളൂ. ഞാൻ എന്തോ വലിയൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭരിക്കാൻ തുടങ്ങും. അത് ഭരിക്കാൻ തുടങ്ങുമ്പം നമ്മളിലുള്ള എല്ലാ പെരുമാറ്റ രീതികളും അത് ഭരിച്ചു തുടങ്ങും. അങ്ങനെയാണ് ഈ പലരും അപകടത്തിൽ പോയി ചാടുന്നതെന്ന് നമ്മുടെ ആശാന്മാരായ ആളുകൾ പലരും പറഞ്ഞ് പിന്നെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പം അതുകൊണ്ട് ആരെങ്കിലും ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് അതിനകത്ത് ഗംഭീരമായിരിക്കുന്നു, മറ്റേ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് കയറ്റിയിട്ട് എത്രയും പെട്ടെന്ന് ഇതിലൂടെ വെളിയിലേക്ക് കളയാനായിട്ട് ഞാൻ നോക്കുകയുള്ളൂ. കാരണം ഇവൻ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഇരുന്നാൽ അത് വലിയൊരു ഭാരം, എനിക്കത് താങ്ങാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അതിൽ കൂടുതൽ. പക്ഷേ ഒരാൾ പറയുക ചേട്ടാ അത് മറ്റേ അവിടെ ഇങ്ങനെ ശരിയായില്ല, അതിങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു പറഞ്ഞാൽ അപ്പം ഞാൻ ശ്രദ്ധിക്കും അതെന്തായിരിക്കും അങ്ങനെ. ആ സിനിമയാണെങ്കിൽ ആ ഭാഗം വീണ്ടും എടുത്തിട്ട് ഞാൻ കാണും. ആറാട്ട് കണ്ടപ്പോൾ തോന്നി. അപ്പം ഈ ഇടയ്ക്ക് ഉദ്ദേശം വന്നിട്ട് ഇങ്ങനെ ചിരിക്കും, ഇടയ്ക്ക് എന്നെ കാണുമ്പോൾ ചിരിക്കുമ്പോഴതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളവരും പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്. എല്ലാത്തിനും ശേഷം ഇപ്പൊ എത്തി നിൽക്കുന്നത്
വലിയ താരങ്ങളുടെ ലിസ്റ്റിൽ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒക്കെ കൂടെ അഭിനയിച്ചു. ഇനി സുരേഷ് ഗോപിയാണ് ബാക്കിയുള്ളത്, അതും നടന്നു. JSK എന്ന മൂവി റിലീസ് ചെയ്തിട്ടില്ല, ഷൂട്ട് കഴിഞ്ഞു അല്ലേ ഏട്ടാ? അതെല്ലാം കഴിഞ്ഞു. JSK മാത്രമല്ല, മറ്റേ പെരുങ്കളിയാട്ടം ജയരാജ് സാറിന്റെ. ഓക്കെ, നമ്മുടെ കളിയാട്ടത്തിന്റെ സെക്കൻഡ് പാർട്ട് പോലെ വരുന്ന പടം. സെക്കൻഡ് പാർട്ട് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും അത് ആ ഇതാണ്, അങ്ങനെയാണ് ഹൈപ്ഡ് ആയിരിക്കുന്നത്. കഥ. അതും ഈ തെയ്യവും അതിൻ്റെയൊക്കെ പെരുവണ്ണാന്മാരുടെയൊക്കെ കഥ ഉറങ്ങുന്ന ഒരു സംഭവമാണ്. ഈ രണ്ട് സിനിമയിലും ഞാൻ പുള്ളിക്ക് ഓപ്പോസിറ്റാണ്, വില്ലനാണ്. അതിനകത്ത് നമ്മുടെ KGF വില്ലനുണ്ട്, ഈ പെരുകളിയാട്ടത്തിൽ. അദ്ദേഹമായിട്ട് നല്ല കമ്പനിയായിരുന്നു കേട്ടോ, നല്ല പരീക്ഷ, ഒരു പാവം പരീക്ഷ. അപ്പം അങ്ങനെ അത് പോകുന്നു. പിന്നെ വലിയ സിനിമകളുടെ കൂട്ടത്തിലുള്ളതാണ് നമ്മുടെ കത്തനാര്. മറ്റേ ഗോകുലത്തിൻ്റെ കത്തനാർ, ജയസൂര്യയുടെ അതൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ള ചിത്രമാണ്. കൈനിറയ ചിത്രങ്ങളുമായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. കുറെ സിനിമ കാർബൺ വേണ്ടാന്ന് വെച്ചിട്ട് ഇനി അടുത്ത പടം എവിടെ എപ്പോ ഒന്നൊന്നും അറിയാതെ ഇങ്ങനെ ഇരുന്ന ആളാണ്. അതെ അതെ അതെ, കാർബൺ വേണ്ടാന്ന് വെച്ചതല്ല, വെപ്പിക്കാൻ ശ്രമിച്ചു. അതെ അതെ. പക്ഷെ അതും ദൈവം തമ്പുരാൻ വെച്ചില്ല. അത് എല്ലാത്തിനും ഒരു നിയോഗം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. സന്തോഷമായിട്ട് ഒരു കൈപിടി ചിത്രങ്ങളുമായിട്ട് ചേട്ടനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങളുടെ സൂര്യ TV പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചു. നല്ലൊരു സമയമായിരുന്നു അല്ലേ ഏട്ടാ? നല്ല സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുതിരുത്തി, നല്ല ചൂടുള്ള സമയത്ത് ഇരിക്കാൻ പറ്റിയ സ്ഥലം, നല്ല ആവശ്യത്തിന് തണലും കാര്യങ്ങളും. ഇവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് ദൂരെ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഏതായാലും സൂര്യ TV ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്ന്, ഞാൻ സൂര്യാസ് TVയിലെ ഒരു നിലയ വിദ്വാനാണ്, നിലയ ആർട്ടിസ്റ്റാണ്. എന്നിരുന്നാലും അതല്ലാതെയാണെങ്കിലും ഞാൻ അതിന് പ്രത്യേകം ഒരു നന്ദി പറയുന്നുണ്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് എൻ്റെ ഈ നാടിനെ കൂടെ ഉൾപ്പെടുത്തി ഇതിനകത്ത് ഇത് സൂര്യ TV വരുന്നല്ലോ എന്നുള്ള ഓർത്തിട്ട് എനിക്ക് ഭയങ്കര മതി എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ നാടിൻ്റെ ഒരു ഇതുകൂടെ അതിനകത്ത് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം ചുറ്റുപാടുകളിലെല്ലാം ഞാൻ ഓടിക്കളിച്ച് നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് എല്ലാം. ചെറുപ്പം പോലെ ഈ വാഴപ്പിണ്ടി, വെള്ളപ്പൊക്ക സമയം വരുമ്പം വാഴപ്പിണ്ടി കൊണ്ട് വലിയ ചെങ്ങാടം ഉണ്ടാക്കി അതേലെ ഇങ്ങനെ ആളുകളെ അക്കരെ കിടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. 2-3-4 പേർക്ക് ഇരിക്കാവുന്ന വലിയ ഒരു വാഴ, ഈ പാളയംകുടം വാഴയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വാഴ. ആ വാഴ ഫുള്ള് വെട്ടും, മുറിയല്ല, കഷ്ണമല്ല, ഫുള്ള് ചുവട് മുതൽ അങ്ങ് മേള് വരെ വെട്ടാവുന്നിടത്തോളം വെട്ടിയിട്ട് അതൊരു 4-5 എണ്ണം കൂട്ടി ഇണക്കും. ശരിക്കും ചേട്ടനെ വെച്ച് നമ്മൾ വേറൊരു പരിപാടി ചെയ്യേണ്ട, അതിന് മാത്രം കഥയുണ്ട് ചേട്ടൻ. അതിന് വേണ്ടി പലകയൊക്കെ ഇട്ട് കസേരയും വെച്ചിട്ട്, അത് വയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിലേ അവർക്ക് താഴെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, പ്രായമായ ആളുകളെയൊക്കെ. അപ്പൊ അക്കരയായിട്ടോ ഇക്കരയായിട്ടോ ഒക്കെ പോകേണ്ടി വന്നാൽ അതിന് ആ കസേരയുണ്ട്, ആ കസേര ഇരുത്തിയിട്ട് അങ്ങനെ കൊണ്ടുപോകായിരുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ ഇത്രയും നേരം നിങ്ങൾക്ക് നല്ല വിശേഷങ്ങളൊക്കെ കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സന്തോഷം, നന്ദി, നമസ്കാരം. മനസ്സ് തുറന്ന കുറേ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു എപ്പിസോഡായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അടുത്ത ആഴ്ച ഇതിലും ഗംഭീര എപ്പിസോഡായിട്ട് ഞാൻ വരുവേ. അതുവരെ ബൈ. പിന്നെ സൂര്യ TVയുടെ സോഷ്യൽ മീഡിയ പേജ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. നമസ്കാരം.